ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഇതിൽ ഞാൻ 4 മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെസ്റ്റ്, ഷോൾഡർ, ആം ഹോൾ, അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത്. ഇതെല്ലാം ഞാൻ ഇഞ്ചിലാണ് മെഷർ ചെയ്ത് വെക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ 30 മുതൽ 46 വരെ ചെസ്റ്റ് സൈസുള്ളവരുടെ മെഷർമെൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇഞ്ചിലാണ് കേട്ടോ അളവെടുത്ത് വെക്കുന്നത്. ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന്. നമ്മുടെ 2 തോളലിൻ്റെയും ഭാഗമില്ലേ, അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ലെങ്ത്താണ് നമ്മൾ ഷോൾഡറിന് എടുക്കുന്നത് എപ്പോഴും. അതായത് നമ്മുടെ ഒരു പഴയ ഡ്രസ്സിൻ്റെ അളവ് കൊണ്ടുവരികയാണെങ്കിൽ ഈ 2 ഭാഗങ്ങളായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗം ആം ഹോള്, അതുപോലെ തന്നെ നെക്കിൻ്റെ ഇടയിലുള്ള ഭാഗത്തിന് നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കുക. എപ്പോഴും നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടാണ് സാധാരണയായിട്ട് അളവെടുക്കുന്നത്. ഇപ്പോൾ ഒരു പഴയ ബ്ലൗസ് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡറിൻ്റെ സൈസ് എടുക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ടോട്ടൽ എത്രയാണോ സൈസ് അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ നമ്മുടെ 14 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബൈ 2 ചെയ്ത് 7 ഇഞ്ചാണ് ആ ഭാഗം എടുക്കുക. അതുപോലെ തന്നെ ആം ഹോളൊക്കെ എപ്പോഴും നമ്മൾ വളരെ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് ലൂസായി കഴിഞ്ഞാൽ ബ്ലൗസ് നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്ത് ലൂസായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നെക്ക് വിഡ്ത്ത്, നമ്മുടെ നെക്കിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ സൈസ് കുറഞ്ഞു വരും. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചെസ്റ്റിൻ്റെ സൈസ് 30 ഇഞ്ച്, അതായത് വളരെ തടി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെയാണ് ഈ ഒരു അളവ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കാം. ഒരു 5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് അതിൻ്റെ ബൈ 2 ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു അളവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആം ഹോളും അതേ ഏകദേശം നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണോ എടുക്കുന്നത് അതേ സൈസ് തന്നെയായിരിക്കും ആം ഹോളും വരിക. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. ഇനി 32 ആണ് ചെസ്റ്റിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഷോൾഡറിൻ്റെ സൈസ് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും സെയിം സൈസ് തന്നെയായിരിക്കും വരിക. ഇനി നെക്ക് വിഡ്ത്ത് കൊടുക്കുന്ന സമയത്ത് 2.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെയും ആം ഹോളിൻ്റെയും അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്തെല്ലാം ചെറിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 34 ആയപ്പോൾ ഷോൾഡറിൻ്റെ സൈസ് നമ്മൾ 5.5 ആണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് 46 വരെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കൊടുക്കാം. ഒരു തുണി എടുക്കുമ്പോൾ നമ്മൾ സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, അങ്ങനെ XXL, 4XL അങ്ങനെയൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു സൈസ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഒരുപാട് തടിയുള്ളവർക്കൊക്കെയാണ് ഈ ലാസ്റ്റിൽ 44, 46 ഒക്കെ നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ടോട്ടൽ ലെങ്ത്തിൻ്റെ ഡിവൈഡ് ബൈ 2 ആണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് 10 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ ഡിവൈഡ് ബൈ 2 5 ഇഞ്ച് കിട്ടും. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കണ്ടോ, ഈ ഒരു ലെങ്ത്ത് ആയിരിക്കും ഈ 5 ഇഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണോ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഏകദേശം ആ ഒരു ലെങ്ത്ത് തന്നെയായിരിക്കും ആം ഹോളിന് വരിക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറെക്കുറെ കറക്റ്റായിട്ടുള്ളൊരു അളവിൽ നമുക്ക് ബ്ലൗസ് തയ്ക്കാനായിട്ട് പറ്റും.